മധുരാപുരം ദഹിപ്പിച്ച ശേഷം കേരളത്തിലെത്തിയ കണ്ണകി ദേവി തിരുവനന്തപുരത്തെ ആറ്റുകാലിൽ വിശ്രമിക്കുന്നുവെന്ന് എത്ര പേർക്കറിയാം? ദേവിയെ ആദരിക്കാൻ വേണ്ടി വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം പൊങ്കാല രൂപത്തിൽ സമർപ്പിച്ചു എന്നാണ് വിശ്വാസം. അതാണ് നമ്മുടെ സ്വന്തം ആറ്റുകാൽ പൊങ്കാല. മറ്റെല്ലാ ദിവസവും ദേവിയെ കാണാൻ ഭക്തരെത്തുമ്പോൾ പൊങ്കാല ദിവസം വ്രതമെടുത്ത് പുത്തൻ വസ്ത്രങ്ങൾ എടുത്തു വരുന്ന സ്ത്രീകളെ കാണാൻ ദേവി എത്തുന്നു എന്നാണ് വിശ്വാസവും. അത് തന്നെയാണ് സത്യം. ആരോഗ്യം, വിവാഹം, കുടുംബം, സാമ്പത്തികം, വിദ്യാഭ്യാസം, ജോലി എന്നിങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ദേവിക്ക് വഴിപാടായി നൽകുന്ന പ്രധാന വഴിപാടാണ് പൊങ്കാല. ആരോഗ്യമില്ലാത്തവർക്കും പ്രായമായവർക്കും വിദേശത്തുള്ളവർക്കും പൊങ്കാല ദിവസം അവരവരുടെ സ്ഥലത്ത് വെച്ച് തന്നെ പൊങ്കാല ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ്. പിന്നെ ഒരു കാര്യം, പൊങ്കാല നിവേദിക്കുന്ന സമയം, അതായത് ദേവി ഭക്തരെ കാണാൻ വരുന്ന സമയം, ഒരു ഭക്തരും നിറകണ്ണുകളോടെ ദേവിയെ കാണരുത്. പൂർണ്ണ തൃപ്തിയും സന്തോഷത്തോടും കൂടി മാത്രമേ ദേവിയെ കാണാവൂ എന്നാണ് കൽപ്പന. കേട്ടാൽ കൗതുകം തോന്നുന്നതും എന്നാൽ അധികമാർക്കും അറിയാത്തതുമായിട്ടുള്ള ഒരു പ്രത്യേക പൊങ്കാല വഴിപാടുണ്ട് ദേവിക്ക്. മണ്ടപ്പുറ്റ് പൊങ്കാല. കഴുത്തിന് മുകളിലുള്ള അസുഖങ്ങൾക്ക് ദേവിക്ക് പ്രത്യേകമായി മണ്ടപ്പുറ്റ് പൊങ്കാല സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് ശമനമുണ്ടാകുന്നു എന്നാണ് വിശ്വാസം. ഒരു ക്ഷേത്രം മാത്രമല്ല ആറ്റുകാൽ, ലക്ഷമമ്മമാരുടെ പ്രാർത്ഥനയും വിശ്വാസവും ചേരുന്ന ഒരു മഹാസം.